അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, ഗവേഷകരെ, അധ്യാപകരെ, സലാഹുദ്ദീൻ ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മൾ വളരെ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു തീമിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ ഏകദിന സെമിനാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അറബിക് ഡിപ്പാർട്ട്മെൻറ്റും ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജായിട്ടുള്ള ഒഡമലയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹദീസും കൂടിയിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഐഡൻറ്റിറ്റി ആൻഡ് മൈഗ്രേഷൻ, ഈ രണ്ട് സങ്കല്പങ്ങൾ തമ്മിലുള്ള ഇൻറ്ററാക്ഷനെ മുൻനിർത്തി 21st സെഞ്ച്വറിയിൽ ഹിജ്റയെ റീവിസിറ്റ് ചെയ്യുകയാണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെമിനാറിൻ്റെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പേപ്പറുകൾ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനുകളിൽ വരാനുണ്ട്. നിലവിൽ 2 പ്രധാന ടോക്കുകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആദ്യത്തെ ടോക്ക് ഞാൻ കേൾക്കാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും മൂപ്പരുടെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ മനസ്സിലാക്കുന്നത്, ബോംബെയിലെ IIPS നിന്ന് PhD പൂർത്തിയാക്കിയിട്ടുള്ള ഒരാളാണ്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പെർസ്പെക്റ്റീവ് പോപ്പുലേഷനിൽ ഡെമോഗ്രാഫിക് പെർസ്പെക്റ്റീവ് എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്. അതിനുശേഷം സലാഹുദ്ദീൻ ഉസ്താദിൻ്റെ വളരെ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ഹിജ്റയെ വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ആ ഇസ്ലാമിക് ഹിസ്റ്ററിയെ മുൻനിർത്തിയിട്ടാണ് ഉസ്താദ് ഹിജ്റയെ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏതൊരു സങ്കേതങ്ങളെയും, അതായത് നമ്മൾ പറയുന്നത് ഹിജ്റ എന്ന് പറയുമ്പോൾ അതിന് പുതിയ കാലത്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ടേമുകളാണ് മൈഗ്രേഷൻ എന്നുള്ളത്. വേറെയും കുറേ മൊബിലിറ്റി, അങ്ങനെ പല ടേമുകൾ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും ഇങ്ങനെയുള്ള ഈ കോൺസെപ്റ്റുകളൊക്കെ, കാറ്റഗറികളൊക്കെ പ്രത്യേകിച്ചൊരു മോഡേൺ ഫ്രെയിംവർക്കിൽ നിന്നാണ് അതിനൊക്കെ എന്ത് ചെയ്യേണ്ടത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള സങ്കേതങ്ങളെ നമ്മൾ പുതിയ രീതിയിൽ വായിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നിരവധി തരത്തിലുള്ള പെർസ്പെക്റ്റീവുകൾ എന്തേക്കാരം അതിന് ഉപയോഗിക്കേണ്ടി വരും. ഞാനങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേക ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് അല്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും എന്ത് ചെയ്യണം, ഈ രണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ട്രാൻസ്നാഷണലിസം ബിഫോർ ഗ്ലോബലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ മൈഗ്രേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതിനനുബദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള മൈഗ്രേഷനുകളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇന്നത്തെ ആദ്യത്തെ സെഷനിലോ അല്ലെങ്കിൽ ഹാരിഷ് ഖമറിൻ്റെ സെഷനിലൊക്കെ ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. മൈഗ്രേഷനെ ഈ സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവിൽ പ്രധാനമായിട്ടും കൾച്ചറൽ സ്റ്റഡീസ്, മൈഗ്രേഷൻ സ്റ്റഡീസ് ആണ് തന്നെ അങ്ങനത്തെ ഉണ്ട്. ഈ CDS ഒക്കെ അതിൽ പ്രധാനപ്പെട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ട്രിവാൻഡ്രത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് മൈഗ്രേഷന് മാത്രമായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പഠന വകുപ്പുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കൾച്ചറൽ സ്റ്റഡീസ്, നിലവിലുള്ള ആന്ത്രോപോളജിക്കൽ സ്റ്റഡീസ്, സോഷ്യോളജി സ്റ്റഡീസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏരിയ സ്റ്റഡീസ്, ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് മൈഗ്രേഷനെ ചർച്ച ചെയ്യാറുണ്ട്. അതിലൊക്കെ മൈഗ്രേഷനെ കാണാൻ ശ്രമിക്കുന്ന ഒരു പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്നുള്ള ഒരു വസ്തുവായിട്ടാണ് അതിനെ കണക്കാക്കാറുള്ളത്. പോപ്പുലേഷൻ ഡൈനാമിക്സ്, ഡൈനാമിക്സ് ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷനിൽ ചേഞ്ച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും 4 പറയാറുള്ളത്. അതിൽ അതിപ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ് മൈഗ്രേഷന്. മറ്റൊന്നുള്ളത് ബർത്ത് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി എന്ന് പറയും. മറ്റൊന്ന് ഡെത്ത്, അതിന് നമ്മൾ മോർട്ടാലിറ്റി എന്ന് പറയും. പിന്നെ മോർബിഡിറ്റി എന്ന് പറയാറുണ്ട്. അതായത് രോഗമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ഏജിങ് എന്നൊക്കെ ഉള്ള ആളുകൾ പ്രായമാകുക. ഇതൊക്കെ എന്തേക്കാരം പോപ്പുലേഷനിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പോൾ മൈഗ്രേഷൻ എങ്ങനെയാണ് പോപ്പുലേഷനിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. നിലവിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് നടക്കുന്ന മൈഗ്രേഷനൊക്കെ എന്തേക്കാരം വലിയ പ്രശ്നങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ഇങ്ങനെയുള്ള മാസീവായിട്ടുള്ള മൈഗ്രേറ്ററി മൂവ്മെൻറ്റുകളെ തടയുകയും അതെത്തിയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാണ് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ ആവശ്യമായുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മൈഗ്രേഷന് സൈസിൽ, പോപ്പുലേഷൻ്റെ സൈസിൽ എന്തേക്കാരം മാറ്റം വരും 2 ഭാഗത്തും. അതായത്
ഈ പ്ലേസ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്നാണോ പോയത് അതാണ്, ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇന്ത്യയാണ് പ്ലേസ് ഓഫ് ഒറിജിന്. അവിടെയും അവിടുത്തെ എന്ത് ചെയ്യണേ പോപ്പുലേഷൻ അത് കാര്യമായിട്ട് ബാധിക്കും. നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ള ഒരു സാങ്കേതികമൊക്കെ ഉണ്ടല്ലോ, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ആ പ്ലേസ് ഓഫ് ഒറിജിനലെ പോപ്പുലേഷനെ ബാധിക്കും. അതേപോലെ ഇത് ഡെസ്റ്റിനേഷൻ ഉണ്ടായിരിക്കും, എവിടേക്കാണ് പോകുന്നത് അവിടെ എന്ത് ചെയ്യുക ഇതിൻ്റെ പോപ്പുലേഷനെ ബാധിക്കും. അതായത് സൈസിനെ ബാധിക്കുക എന്നുള്ളത് കൂടുക കുറയുക എന്നുള്ളത് രണ്ട് ഭാഗത്തും എന്ത് ചെയ്യുക കൂടുക കുറയുക എന്നുണ്ടായിരിക്കും. പിന്നീട് ഉണ്ടാകുന്നത് ഈ പോപ്പുലേഷൻ കോമ്പോസിഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതിലും ഇത് മാറ്റങ്ങൾ കൊണ്ടുവരും. പോപ്പുലേഷൻ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഏജ് സ്ട്രക്ചർ, പോപ്പുലേഷൻ്റെ ഏജ് സ്ട്രക്ചർ, അതുപോലെ തന്നെ പോപ്പുലേഷൻ്റെ ജെൻഡർ. ആണുങ്ങൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും, കാരണം അവർക്ക് വിവാഹം കഴിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. വയസ്സന്മാർ പോയി കഴിഞ്ഞാൽ അത് ആ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, കാരണം ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടത്. കുട്ടികളാണ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഈ രീതിയിലും ഈ മൈഗ്രേഷൻ എന്നുള്ള സാധനം പോപ്പുലേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. പിന്നെ ഇതേപോലെ സാംസ്കാരികമായിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെ പിന്നെ പോപ്പുലേഷൻ റീഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള സാധനം നടത്തേണ്ടി വരും. ഇപ്പോൾ ഈ കാലത്തൊക്കെ ഇങ്ങനെ ജർമ്മനിയൊക്കെ ആ രീതിയിലുള്ള ഒരു പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചിരുന്നു. സിറിയൻ റെഫ്യൂജീസ് ഏറ്റവും കൂടുതൽ തുർക്കി വഴി, പിന്നെ ലബനാനൊക്കെ ഉണ്ട്, അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യണം കൂടുതലായിട്ടും ഗ്രീസ് വരെയൊക്കെ ജർമ്മനിയിലൊക്കെയാണ് എത്തിയിട്ടുള്ളത്. ഓരോ രാഷ്ട്രങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഈ മൈഗ്രേഷൻ പോളിസികൾ ഉണ്ടായിരിക്കും. ചില ആളുകൾ എന്തെങ്കിലും നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ നിലവിൽ ജർമ്മനിയിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ യൂണിവേഴ്സിറ്റികൾ കേന്ദ്രീകരിച്ച് വലിയ ഫണ്ടൊക്കെ ഇറക്കിയിട്ട് ഒരു പുതിയ പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവർ ചെയ്യുന്നത് എന്താണ്, ജർമ്മനൈസ്ഡ് ഇസ്ലാം എന്നുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ്, അവർ ഗവേഷണത്തിന് വേണ്ടിയിട്ടാണ് ഫണ്ട് ഇറക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ മാസീവ് ഇൻഫ്ലോ ഓഫ് മൈഗ്രൻസ് ഉണ്ടായിട്ടുള്ളത് ജർമ്മനിയിലേക്കാണ്. അപ്പോൾ അവിടെയുള്ള തീവ്ര വലതുപക്ഷങ്ങൾ ഇതൊരു മുസ്ലിങ്ങൾ, ഇവിടെ നമ്മളൊരു വിഷയം ഐഡൻറ്റിറ്റി എന്നുണ്ട്. മൈഗ്രേഷനും ഐഡൻറ്റിറ്റിയും ഭയങ്കരമായിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ഒരേ സമയം മൈഗ്രൻസ് അവരുടെ ഐഡൻറ്റിറ്റി നമ്മളൊരു ഫോറിൻ ആയിട്ടുള്ള എക്സോട്ടിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അവർ നിലനിർത്താൻ ശ്രമിക്കും. ചില ആളുകൾ അത് വളരെ നിർബന്ധപൂർവ്വം തേക്കാരം അത് മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ചൈനയിലൊക്കെ നടന്നിട്ടുള്ള ഈ ഉയ്ഗൂർ മുസ്ലിങ്ങളുടെ ഇൻഡോക്ട്രിനേഷന്. അപ്പോൾ അങ്ങനെ നടത്താറുണ്ട്. ചിലത് സ്വാഭാവികമായിട്ടുള്ള അസിമിലേഷൻ കാരണത്താൽ അവരുടെ ആദ്യത്തെ ഐഡൻറ്റിറ്റി ക്രമേണ നഷ്ടപ്പെട്ടിട്ട് ആ രാഷ്ട്രത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി, ജർമ്മൻ ഐഡൻറ്റിറ്റി, ഉദാഹരണമായിട്ട് ജർമ്മൻ ഐഡൻറ്റിറ്റിക്കും, അല്ലെങ്കിൽ പലപ്പോഴും എന്തേക്കാരം ഒരു ഹൈബ്രിഡ് ആയിട്ടൊക്കെ എന്തേക്കാരം നിലനിൽക്കും, ഹൈബ്രിഡ് ഐഡൻറ്റിറ്റി. ഇന്ത്യയിൽ അങ്ങനെ കുറേ സമൂഹങ്ങളുണ്ട്. ഈ കൊങ്കൺ മേഖലയിലൊരു സിദ്ധി കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ആഫ്രിക്കൻസാണ് സിദ്ധി കമ്മ്യൂണിറ്റി. അതേപോലെ തന്നെ ഹൈദരാബാദിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സിറ്റി തന്നെ ഉണ്ടായിരിക്കും എന്താണ് ബാർക്കസ് ആണ്, അവിടെ ഒരു യമനി സെറ്റിൽമെൻറ്റ്. അതേപോലെ തന്നെ ടോളിച്ചൗക്കിക്ക് അടുത്തായിട്ട് ഒരു പാരഗൺ എന്തോ ഒരു കോളനിയാണ്, ആ ഭാഗത്തായിട്ട് ആഫ്രിക്കയിൽ നിന്നുള്ള വലിയ അതേപോലെ ഒരു ഡിയസ്പോറിക് കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ആഫ്രിക്കയിൽ എത്തിയമാർക്ക് തോന്നും. അപ്പോൾ അവരുടെ അറബി സംസാരിക്കുന്നുണ്ട്, അതോടുകൂടെ തന്നെ എന്തേക്കാരം അവർ തെലുങ്ക് സംസാരിക്കും, ഉറുദു സംസാരിക്കും. പിന്നെ അവിടെ വസ്ത്രധാരണ രീതി എന്തേക്കാരം ആ രീതി ആഫ്രിക്കൻ രീതിയിലേക്ക് ഒരു ഹൈബ്രിഡ്, ഒരു മിക്സ്ഡ് സാധനമായിരിക്കും. അപ്പോൾ ഐഡൻറ്റിറ്റി ഈ രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ജർമ്മനിയിൽ ഇങ്ങനെ വലിയ രീതിയിൽ സിറിയൻ അറബികൾ വന്നപ്പോൾ അവർ പേടിച്ചു. അവരുടെ പോപ്പുലേഷൻ എന്തേക്കാരം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ നിലവിലുള്ള സാംസ്കാരികമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾക്ക് പ്രശ്നമാവുന്ന കണ്ടേക്കിന് വലത് തീവ്രപക്ഷ ഈ രാഷ്ട്രീയക്കാർ ഇതിനെ പ്രശ്നം ഉന്നയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ റൂളിംഗ് ഗവൺമെൻറ് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഫണ്ടിറക്കിയിട്ട് ഒരു ജർമ്മനൈസ്ഡ് ഇസ്ലാം എന്നുള്ളൊരു പ്രൊജക്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ വന്ന ആളുകളൊക്കെ എന്തേക്കാരം പൂർണ്ണമായിട്ടും ചൈന ചെയ്ത പോലെയുള്ള ഒരു ഇൻഡോക്ട്രിനേഷൻ നടത്താതെ ജർമ്മൻ വാല്യൂസ്, കൾച്ചറൽ വാല്യൂസൊക്കെ കൊടുത്തിട്ട് എന്തേക്കാരം അവരെ അറബ് ഐഡൻറ്റിറ്റിയിൽ നിന്ന്, എത്തിനിസിറ്റിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു യൂറോപ്യൻ എത്തിനിസിറ്റിയിലേക്കും വിശിഷ്യ ഒരു ജർമ്മൻ ഒരു ഐഡൻറ്റിറ്റിയൊക്കെ എന്താണ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ ഈ രീതിയിൽ അത് ഞാൻ ഇത് പറയുന്നത് പോപ്പുലേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ ആസ് എ പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്നുള്ള ഒരു രീതിയിൽ നിന്നാണ് സംസാരിച്ചത്. മൈഗ്രേഷൻ പല രീതിയിൽ നടത്താറുണ്ട്. ഇത് എല്ലാത്തിനും ബാധിക്കും. ഇൻറ്റേർണൽ മൈഗ്രേഷൻ ഉണ്ട്, ഇൻ്റർനാഷണൽ മൈഗ്രേഷനുകളുണ്ട്, അതേപോലെ തന്നെ വോളണ്ടറി മൈഗ്രേഷൻ ഉണ്ട്, സ്വയം താല്പര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് പോവുക. ഫോഴ്സ്ഡ് മൈഗ്രേഷൻ ഉണ്ട്. അത് പലപ്പോഴും ഫോഴ്സ്ഡ് മൈഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെ നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയാറുള്ളത്, അല്ലെങ്കിൽ അസൈലം സീക്കേഴ്സ് എന്ന് പറയാറുണ്ട്. റെഫ്യൂജികൾക്ക് ഓൾറെഡി എന്തേക്കാരം ഒരു രാഷ്ട്രത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള അഭയം കിട്ടിയിട്ടുണ്ടാകും, NGOകളോ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റോ ഒക്കെ നൽകിയിട്ടുണ്ടായിരിക്കും. ഈ അസൈലം സീക്കേഴ്സ് എന്തേക്കാരം അതിന് അപേക്ഷ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മൈഗ്രേഷനുകളും അതിൻ്റെ ഭാഗമായിട്ട് നടക്കാറുണ്ട്. പിന്നെ ഈ ഇന്ത്യയിലേക്ക് ഇങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മൈഗ്രേഷനാണ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ.
റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് വലിയ തോതിലുള്ള എംപ്ലോയ്മെൻറ്റ് വേണ്ടിയിട്ട് നടക്കും. അത് കാരണമായിട്ട് ഡൽഹി, അതുപോലെ ബോംബെ, പ്രധാനമായിട്ടുള്ള സിറ്റികളിലൊക്കെ എന്തേക്കാരം അത് അർബൻ എക്സ്പാൻഷൻ അർബനൈസേഷൻ നടക്കും. അതായത് സബർബൻ ഏരിയയിലേക്ക് അർബൻ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അതോടുകൂടെ തന്നെ സ്ലം ഡെവലപ്മെൻറ്റ് നടക്കും. ഇതൊക്കെ പല രീതിയിൽ ആ ഒരു പട്ടണത്തെ എന്തേക്കാരം ബാധിക്കാറുണ്ട്. മറ്റൊന്ന് നമ്മുടെ തന്നെ സിറിയൻ റെഫ്യൂജിയാണ്. അവരുടെ വരവ് കാരണത്താൽ എന്ത് ചെയ്തു, ഈ ഡെമോഗ്രാഫിക് പ്രൊഫൈലിനെ, ഈ തുർക്കിയുടെയും ജർമ്മനിയുടെയും ലെബനാൻ്റെയൊക്കെ ഡെമോഗ്രാഫിക് പ്രൊഫൈലിനെ അത് വലിയ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഒന്നും കൂടിയും പുതിയ രീതിയിൽ ഈ 21st സെഞ്ച്വറിയിൽ ഈ ഹിജ്റ റീവിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പുതിയതായിട്ടുള്ള കുറേ വിശദീകരണങ്ങളും ഇൻ്റർപ്രിട്ടേഷനൊക്കെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. എൻ്റെ വിഷയത്തിൽ പ്രധാനമായിട്ടും ഒരൊറ്റ ആർഗ്യുമെൻ്റ് ആണുള്ളത്. അത് ഞാൻ പറയാം. അതിന് ആദ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ട്രാൻസ്നാഷണലിസം ബിഫോർ ഗ്ലോബലൈസേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ട്രാൻസ്നാഷണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രീ മോഡേൺ ട്രാൻസ്നാഷണലിസം എന്നുള്ളതാണ്. എന്താണ് ട്രാൻസ്നാഷണൽ ഞാൻ ചെറിയ രീതിയിൽ പറയാം. ഗ്ലോബലൈസേഷനോട് ഉദ്ദേശിക്കുന്നത് മോഡേൺ കോൺസെപ്റ്റിലുള്ള ഗ്ലോബലൈസേഷനാണ്. ട്രാൻസ്നാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അതിൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. പ്രധാനമായിട്ടും അതിൽ രണ്ട് കാര്യങ്ങളുണ്ടാകുക. ഒന്നെന്തിനേക്കാരം മൊബിലിറ്റി ഉണ്ടായിരിക്കും, മറ്റൊന്ന് കണക്ടിവിറ്റി ഉണ്ടായിരിക്കും. ഈ രണ്ട് സാധനങ്ങൾ. ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഒരു സബ്സെറ്റാണ് എന്ത് ചെയ്യണത്, അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ കാരണമായി ഉണ്ടായിത്തീരുന്ന ഒരു സാധനമാണ് ഈ ട്രാൻസ്നാഷണലിസം. നേരെ തിരിച്ചുണ്ട്. ട്രാൻസ് റീജിയൻ സാധനങ്ങളും ട്രാൻസ്നാഷണൽ മൂവ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും, ഗ്ലോബൽ കണക്റ്റഡ്നെസ് എന്നായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ ട്രാൻസ്നാഷണലിസത്തിൽ മൊബിലിറ്റി ഉണ്ട്. മൊബിലിറ്റി വെറും മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പലപ്പോഴും ജനങ്ങൾ മാത്രമാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്നാഷണൽ എന്ന് പറയുമ്പോൾ ജനങ്ങളുമുണ്ട്, ഐഡിയാസ് ഉണ്ട്, സംസ്കാരമുണ്ട്, അതേപോലെ തന്നെ ഗുഡ്സ് ഉണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമ്മൾ അറിവ്, എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്നു, ഇതുപോലെ മൂവ് ചെയ്യുന്നു. ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. അത് അഡ്മിനിസ്ട്രേറ്റീവ് ബൗണ്ടറികളും പൊളിറ്റിക്കൽ ബൗണ്ടറികളും ജിയോഗ്രഫിക്കലായിട്ട് എല്ലാ സാധനങ്ങളെയും മറികടന്ന് മറ്റുള്ള റീജിയനിലേക്ക് മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്നതോട് കൂടെ തന്നെ എന്തേക്കാരം ഈ കണക്ടിവിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുകയും ചെയ്യും. അതായത് ഈ പോകുന്നു. അപ്പോൾ നമ്മൾ പറയുന്നതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇന്തോനേഷ്യൻ വേൾഡ്, ഇന്തോനേഷ്യൻ ഇസ്ലാം എന്നൊക്കെ പറയും, ഇസ്ലാം ഇൻ ഇന്തോനേഷ്യ, അത് ആഫ്രിക്ക, അറേബ്യ, സൗത്ത് ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ചൈന, ഇങ്ങനെയുള്ള വലിയ നീണ്ടൊരു പ്രദേശത്തെ ഇങ്ങനെ കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരു ട്രാൻസ്നാഷണൽ റൂട്ടാണ് ഈ ഇന്തോനേഷ്യൻ വേൾഡ്. അതേപോലെ നിരവധി സിൽക്ക് റൂട്ടുണ്ട്. സിൽക്ക് റൂട്ട് ഇതേമാർക്ക് എന്ത് ചെയ്യുന്നത്, പല ഇതാനും കണക്ട് ചെയ്യുന്നുണ്ട്. അറ്റ്ലാന്റിക് റൂട്ടുകൾ, അത് ആഫ്രിക്കയും ഏഷ്യയൊക്കെ എന്ത് കണക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്തെങ്കിലും ഇങ്ങനെയുള്ള കുറേ ട്രാൻസ്നാഷണൽ നെറ്റ്വർക്കുകൾ നിലനിൽക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ ട്രാൻസ്നാഷണലിസത്തെക്കുറിച്ച്, ട്രാൻസ് റീജിയണൽ കണക്ടിവിറ്റിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് പലപ്പോഴും പറയുന്നത് വളരെ പെട്ടെന്നുള്ള ഇൻസ്റ്റൻറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇന്നത്തെ കാര്യമാണ് മൊബൈല്, മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. അതിൻ്റെ ഒരു കാലത്ത് വളരെ മാസീവായിട്ടുള്ള മൈഗ്രേഷൻ നടക്കുന്ന ഒരു കാലത്തൊക്കെയാണ് ഇത് നടന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പൊതുവായിട്ടുള്ള വെസ്റ്റ് എന്നൊക്കെ വന്നിട്ടുള്ള മെയിൻ സ്ട്രീം കൾച്ചറൽ സ്റ്റഡീസിൻ്റെയും ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാറുള്ളത്. അതിനു മുമ്പ് തന്നെ ഈ ഗ്ലോബലൈസേഷൻ, മോഡേൺ ഗ്ലോബലൈസേഷൻ്റെ കൂടെയാണ് ഈ ട്രാൻസ്ലേഷനൊക്കെ എന്തെങ്കിലും ലോകത്ത് സജീവമാകുന്നതെന്നാണ് ഈ ഇത്തരത്തിലുള്ള ഒരു നെറേറ്റീവുണ്ട്, നിലവിലുള്ള ഡോമിനൻ്റ് നെറേറ്റീവ്. എന്നാൽ അതിനു മുമ്പ് തന്നെ വളരെ വിശാലമായിട്ടുള്ള ഭൂപ്രകൃതിയിലൂടെ മുസ്ലിങ്ങൾ ഏകദേശം ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ 15-ാം നൂറ്റാണ്ട്, 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് എന്ന് വളരെ കറക്റ്റായിട്ട് തന്നെ പറയാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ മോഡേൺ ഇറയുടെ തുടക്കമായിട്ടുള്ള 16-ാം നൂറ്റാണ്ട് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള വളരെ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള, ത്രൈവിങ് ആയിട്ടുള്ള, വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മൊബിലിറ്റി, ദേശാന്തര ഗമനങ്ങൾ മുസ്ലിം ലോകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പറയേണ്ടത് നിലവിൽ ഈ മോഡേൺ ഗ്ലോബലൈസേഷന് മുമ്പായിട്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്ലോബാലിറ്റി മുസ്ലിം ലാൻഡുകളിൽ നിന്ന്, മുസ്ലിം വേൾഡിൽ നിന്നും അത് കാരണമായിട്ട് വളരെ വിശാലമായുള്ള ട്രാൻസ്നാഷണൽ നെറ്റ്വർക്കുകൾ മുസ്ലിം ലോകത്തുണ്ടായിരുന്നെന്നും അതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് എന്ത് വരിക, കോസ്മോപൊളിറ്റൻ സിറ്റികളുടെയൊക്കെ ഒരു വരവ്. ബഗ്ദാദ് പോലെയുള്ള, ബസറ പോലെയുള്ള, കൈറോ, നൈഷാപൂര്, തുംബുക്തു, അങ്ങനെ നിരവധി, ഡൽഹി വരെ എന്ത് ചെയ്യുന്നു മുഗൾ ഭരണകൂടത്തിൽ അത് വരുന്നുണ്ട്. അപ്പം അത് അത്രത്തോളം വളരെ ശക്തമായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പലപ്പോഴും ഈ കൊളോണിയലിസത്തിൻ്റെ വരവ് ഏകദേശം 16-ാം നൂറ്റാണ്ടോട് തുടങ്ങുന്നുണ്ട്. ആ സമയത്ത് ഇതിനോട് വളരെ ശക്തമായിട്ട് റെസിസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സിവിലൈസേഷനാണ് ഇസ്ലാമിക് സിവിലൈസേഷൻ.
അതിൻ്റെ ഒരു കാരണം പലപ്പോഴും എന്തൊക്കെ ഈ ട്രാൻസ്നാഷണൽ നെറ്റ്വർക്കുകൾ കാരണമായി ഉണ്ടാക്കിയിട്ടുള്ള വളരെ അടുത്ത ഒരു ബന്ധമായിരുന്നു. അതിൽ പ്രധാനമായിട്ട് ആ കാലത്തൊക്കെ നിലനിന്നായിരുന്ന പ്രധാന 3 എംപയറുകൾ, ഒന്ന് ഓട്ടോമനാണ്. ഓട്ടോമൻ്റെ വിസ്തൃതി നിങ്ങൾക്ക് അറിയാം. 16-ാം നൂറ്റാണ്ടൊക്കെ എന്തെങ്കിലും അതിൽ ഇസ്ലാംഡ് എന്നുള്ള ഒരു ലെവലിലേക്ക് അതെത്തിയിരുന്നു. അത് ഓട്ടോമൻ അനാറ്റോളിയ മുതൽ പിന്നെ ബാൾക്കൻസ് ഉണ്ട്, അതിൽ പിന്നെ യൂറോപ്യൻ റീജിയനുകളുണ്ട്, നിയർ ഈസ്റ്റ്, മിഡിൽ ഈസ്റ്റ്, ഇതൊക്കെ നീണ്ടു കിടക്കുന്ന ഒരു വലിയൊരു മേഖല ഉണ്ടായിരുന്നു. പിന്നെ ഇറാനിലാണെങ്കിൽ സഫാവിദുകളുടെ ഭരണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, സൗത്ത് ഏഷ്യയിലേക്ക് വരികയാണെങ്കിൽ മുഗൾ ഭരണകൂടം. അപ്പം ഇങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇസ്ലാമിക് സിവിലൈസേഷൻ അല്ലെങ്കിൽ എംപേഴ്സൊക്കെ നിലനിന്നപ്പോൾ കൊളോണിയലിസം വളരെ പതുക്കെയാണ് എന്തെങ്കിലും മുസ്ലിം ലാൻഡുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത പല കാര്യങ്ങൾ പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ എന്തൊക്കെയാണ് പൊളിറ്റിക്കൽ ഓട്ടോണമി കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. വളരെ ശക്തമായിട്ടുള്ള കൾച്ചറൽ ക്രിയേറ്റിവിറ്റി ഉണ്ട്. ഈ കൾച്ചറൽ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ വളരെ സാധ്യമാകുന്നതൊരു കോസ്മോപൊളിറ്റൻ സ്പേസിലാണ്. അതായത് വിവിധ കൾച്ചറുകൾ ഒരുമിച്ച് കൂടുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റങ്ങൾ ചെയ്യപ്പെടുകയും, അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന വേറൊരു ടേമാണ് കൾച്ചർ മെൽറ്റിംഗ് പോട്ടുകൾ എന്നുള്ളത്. അങ്ങനെയുള്ളൊരു സെൻറ്ററുകളായിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ള സിറ്റികളൊക്കെ നിലനിന്നിരുന്നത്. അപ്പം ഇങ്ങനെ കൈമാറ്റങ്ങളും മറ്റൊക്കെ നടക്കുമ്പോഴാണ് ഈ കൾച്ചറൽ ക്രിയേറ്റിവിറ്റി നിലനിൽക്കുകയും പിന്നെ നമ്മൾ സാധാരണ പറയുന്ന പൊളിറ്റിക്കൽ ഡിഫറൻഷിയേഷൻ, അതായത് ഡിഫറൻഷിയേഷൻ പൊളിറ്റിക്സും റിലീജിയനും തമ്മിലുള്ള ഡിഫറൻഷിയേഷൻ, അതിന് സെക്കുലറിസം എന്നാണ് അവർ പറയാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ള വളരെ ശക്തമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ മുസ്ലിം എംപയറിൻ്റെ നിലനിന്നത് കൊണ്ടാണ് എന്ത് ചെയ്യണത്, ഈ കൊളോണിയലിസത്തിന് ഇത്രത്തോളം അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. അപ്പോൾ നമ്മൾ ഈ മോഡേൺ ഗ്ലോബലൈസേഷന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തരത്തിലുള്ള ഗ്ലോബാലിറ്റി ഇസ്ലാമിക് വേൾഡിൽ 8-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കാരണമായിട്ട് ട്രാൻസ്നാഷണൽ നെറ്റ്വർക്കുകൾ വളരെ ശക്തമായിരുന്നു. പിന്നീട് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കോസ്മോപൊളിറ്റൻ സ്പേസുകളൊക്കെ എന്ത് ചെയ്യുന്നത് വളരെ ധാരാളമായിട്ട് കണ്ടിരുന്നു. പിന്നെ മറ്റു നമ്മൾ യാത്രകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ എന്ത് ചെയ്യണം, ഒരു സ്കോളറെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാം, അയാളടുത്തേക്ക് നമ്മൾ ഗവേഷണത്തിന് പോകണോ, അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണോ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം ആ സ്കോളറുടെ ഒരു എക്സ്പോഷറൊക്കെ നോക്കിയിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യാം തിരഞ്ഞെടുക്കാറുള്ളത്. അതായത് അയാൾ എവിടെയൊക്കെ പഠിച്ചിട്ടുള്ളത്. ഒരേ സ്ഥലത്ത് പഠിച്ചതാണെങ്കിൽ അയാൾക്ക് കൂടുതലായിട്ട് എക്സ്പോഷർ ഉണ്ടായിരിക്കും, വിവിധ സ്ഥലത്ത് അതിൽ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോഴും എന്ത് ചെയ്യാം സ്കോളർഷിപ്പിൽ ഈ യാത്രയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അതുപോലെ അതിലേറെ പങ്ക് വളരെ കാലം മുതൽ തന്നെ ഇസ്ലാമിക് സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് യാത്രകൾക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന റിഹ്ലത്ത് ഫീ തൊലബിൽ ഇൽമി എന്നുള്ളത് നമ്മളതിലുണ്ട്. അപ്പോൾ അത് കാരണമായിട്ട് ഇങ്ങനെ ഈ സ്കോളേഴ്സ്, സ്റ്റുഡൻസ് അവരൊക്കെ വളരെ മൊബൈലായിരുന്നു ഓരോ സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തിലേക്ക്. ചില സിറ്റികളുടെ ഉത്ഭവത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ യാത്രകൾ അതിന് കാരണമായിട്ടുണ്ട്. പലപ്പോഴും എന്തൊക്കെ ഒരു അറിയപ്പെട്ടൊരു സ്കോളർ ചിലപ്പോൾ ഒരു ബസറയിലോ ബഗ്ദാദിലോ ഉണ്ടെന്ന് അറിയുമ്പോൾ ആ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു, വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്റ്റുഡൻസ് വരികയും അവിടെ പിന്നീട് അത് കാലക്രമേണ എന്തൊക്കെ ഒരു സിറ്റി ആയിട്ട് മാറുന്നു. ബസറയുടെയും ബഗ്ദാദിൻ്റെയൊക്കെ ചരിത്രം ഒത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ളൊരു സാധനം കാണാൻ പറ്റും. അല്ലസർ, കൈറൊക്കെ ചിലപ്പോൾ എന്തൊക്കെ ഇങ്ങനെയുള്ളൊരു സാധനമായിട്ട് വരുന്നത്. അവിടെ അല്ലസർ എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സീറ്റ് ഓഫ് ലേണിംഗ് ഉണ്ടായിരുന്നു. തിംബുക്തു ആണെങ്കിലും അങ്ങനെ ഫെസ് ആണെങ്കിലും ഒക്കെ ഈ രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കുറേ സിറ്റികളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഇസ്ലാമിൽ റിലീജിയസ് അതോറിറ്റിയുടെ ഒരു ഡിറ്റർമിനിങ് ഫാക്ടറായിട്ട് നമുക്ക് ഈ മൈഗ്രേഷനെയും ഹിജറയെയും രഹിലയിലേക്ക് എന്തിയാക്കാരും കാണാൻ സാധിക്കും. പലപ്പോഴും ഇങ്ങനെ പണ്ഡിതന്മാർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ പരിഹരിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായത്തിന് മുൻഗണന കൊടുത്തിരുന്നത് എത്രത്തോളം യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പലപ്പോഴും നോക്കിയിരുന്നത്. കൂടുതൽ യാത്ര ചെയ്ത ആളുകളാണെങ്കിൽ പലപ്പോഴും എന്തെങ്കിലും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോമിനൻസ് കിട്ടിയിരുന്നു. ഒരു ഉസ്താദിനെ കാണാൻ സാധ്യത മക്കയിൽ പോയിട്ടുണ്ട്, ബസ്രയിൽ പോയിട്ടുണ്ട്. നമ്മൾ പോകാത്ത ഒരാളുടെ അഭിപ്രായത്തേക്കാൾ അങ്ങനെ കൂടുതൽ യാത്ര ചെയ്ത ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഇത് നൽകിയിരുന്നു. ഏതായാലും ഞാൻ ഇതിൻ്റെ വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചിരുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ വൈകിയിട്ടുണ്ട്, നമ്മളെല്ലാവരും ക്ഷീണിതരായിരിക്കും. രാവിലെ മുതൽ ഇതുവരെ ഇരിക്കുകയാണ്. ഇത് 2 ടോക്കുകളുടെയും ഒരു ചെറിയ രീതിയിലുള്ള ഇൻറ്ററാക്ഷൻ ഇതിനെ തുടർന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം കൊണ്ടുവരുന്നത് നിങ്ങളിനി ഭാവിയിൽ എന്തെങ്കിലും ഈ രീതിയിലുള്ള ഗവേഷണങ്ങൾക്ക് പോകുമ്പോൾ അതിന് ചെറിയൊരു സ്പാർക്ക് മാത്രമാണ് ഞാൻ തന്നിട്ടുള്ളത്. ഈ രീതിയിലുള്ള കുറേ പഠനങ്ങൾ ഏതായാലും നടക്കുന്നുണ്ട്. അപ്പം അതിൽ വളരെ പ്രധാനമായിട്ട് നോക്കേണ്ട ഒരു സാധനം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിശാലമായ ഭൂപ്രകൃതിയിൽ ഒരു മൊബിലിറ്റി സാധ്യമായി എന്നുള്ളത്. അപ്പോൾ അതിന് സാധാരണയായിട്ട് എന്തെങ്കിലും ജിയോഗ്രഫിക്കലായിട്ടുള്ള കുറേ
ഫീച്ചേഴ്സ് അതിൽ കാണാൻ സാധിക്കും. ട്രേഡ് റൂട്ടുകൾ ധാരാളമായിട്ടുണ്ടായിരിക്കും. ലാൻഡിലൂടെയും സീയിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ വളരെ ആശ്വാസത്തോടുകൂടെ പ്രയാസരഹിതമായിട്ട് സഞ്ചരിക്കാൻ പറ്റണം. പിന്നെ മറ്റൊന്ന്, ഇസ്ലാമിൽ യാത്രകൾ ഇത്രത്തോളം പ്രാധാന്യം നൽകുന്ന യാത്രകളെ പ്രേരിപ്പിക്കുന്നത് ഇസ്ലാമിൽ നിരവധി സൈക്രഡ് ജിയോഗ്രഫികളുണ്ട്. അത് നമ്മൾ ഇനി പിൽഗ്രിമേജ് സെൻറ്റേഴ്സ് എന്ന് പറയും. മക്കയും മദീനയും അതിനപ്പുറം അക്സയും. നമ്മൾ തന്നെ എന്തെങ്കിലും പലപ്പോഴും മുസ്ലിങ്ങൾ യാത്രകൾ ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. സൗദി അറേബ്യ, അതേപോലെ തന്നെ മറ്റുള്ള പരിശുദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വിവിധ പാക്കേജുകളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സീക്രട്ട് ജിയോഗ്രഫികളുടെ സാന്നിധ്യം, ലാൻഡ്, അതേപോലെ തന്നെ മാരിടൈം റൂട്ടുകൾ നിരവധി ഉണ്ടായിരുന്നു. ഞാൻ ലാൻഡ് റൂട്ടുകൾപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സിൽക്ക് റൂട്ട്. അത് ചൈന മുതൽ അങ്ങോട്ട് എന്തൊക്കെ യൂറോപ്പ് വരെ അത് എന്ത് ചെയ്യുന്നു, ഈ ഇസ്ലാമിക വേൾഡിനെ കണക്ട് ചെയ്തിരുന്നു. അതിലപ്പുറം ഇസ്ലാമിക് വേൾഡിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ സെൻട്രാലിറ്റിയാണ് പല ആളുകളും എന്ത് ചെയ്യണത്, എന്തുകൊണ്ട് ഇത്രയുള്ള വളരെ വിശാലമായിട്ടുള്ള ഈ ട്രാൻസ്നാഷണൽ നെറ്റ്വർക്കുകൾ മുസ്ലിം ലോകത്ത് കാണപ്പെട്ടു എന്നുള്ളതിന് ഒരു പ്രധാന കാരണമായിട്ടും പറയുന്നത് ഈസ്റ്റിനെയും വെസ്റ്റിനെയും എന്ത് ചെയ്യാം ആ ബന്ധിപ്പിക്കുന്ന ഒരു സെൻട്രലാണ് എന്ത് ചെയ്യണത് ഇസ്ലാമിക് വേൾഡ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഗമനങ്ങൾ സാധ്യമായി. മറ്റൊന്ന് പറയാറുള്ളത്, ഈ നാവിഗബിൾ ആയിട്ടുള്ള ലാൻഡും അതുപോലെ തന്നെ ഡെസേർട്ട്സും മൗണ്ടൻസൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിലേക്ക് എന്തെങ്കിലും ലാൻഡ് മൗണ്ടൻസ് വലിയൊരു കടമ്പായിരിക്കും, നമുക്ക് അപ്പുറത്തേക്ക് കടക്കാൻ കഴിയില്ല. അപ്പോൾ ചുറ്റി തിരിഞ്ഞൊക്കെ പോകേണ്ടി വരും. അത്ര വലിയ പ്രയാസമുള്ള മറികടക്കാൻ പറ്റാത്ത മൗണ്ടൻസ് ഒന്നും എന്ത് ചെയ്യില്ല ഇസ്ലാമിക ലോകത്ത് ഉണ്ടായിരുന്നില്ല. അതുപോലെ ഡെസേർട്ടുകൾ അധികം എന്ത് ചെയ്യുന്നു, ക്യാമൽ വഴിയോ മറ്റേത് രീതിയിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫീച്ചറുകളാണ് ഇത്രയും വളരെ വിശാലമായിട്ടുള്ള ലോകത്ത് മുസ്ലിങ്ങൾക്ക് ആ കാലത്ത് എന്തെങ്കിലും ഇങ്ങനെ ഗമനം നടത്താൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മോഡേൺ ഗ്ലോബലൈസേഷന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എ കൈൻഡ് ഓഫ് ഗ്ലോബാലിറ്റി മുസ്ലിം ലോകത്ത് നിലനിന്നിരുന്നു. ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഹിജ്റയുടെ ഭാഗമായിട്ട് ഈ റെലവൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. മറ്റൊന്ന് പിന്നെ എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുസ്ലിങ്ങളെ സ്വീകരിച്ച രീതി, മറ്റുള്ളവരെ നോൺ മുസ്ലിംസ് മറ്റുള്ളവരെ സ്വീകരിച്ച രീതി, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം പുറത്തുനിന്നുള്ള ആളുകളെ സ്വീകരിച്ച രീതി, ഇതിനാണ് ഒരു തരം നമ്മൾ പറയുന്നത് കോസ്മോപൊളിറ്റൻ എന്ന് പറയുന്നത്. യാത്രകൾ നടത്തുമ്പോഴും ഉണ്ടാകുന്നൊരു സാധനം ഈ മനസ്സ് വിശാലമാകുക എന്നുള്ളത്. കോസ്മോപൊളിറ്റൻ എന്നുള്ളൊരു ഐഡിയ മുന്നോട്ട് വെക്കുന്ന ആ ഒരു സാധനത്തിന് ഓപ്പൺനെസ്, എല്ലാവരും സ്വീകരിക്കാനുള്ള ഒരു മനസ്സ്, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാം നമ്മുടേതായിട്ടുള്ള ഐഡൻറ്റിറ്റികൾ നമുക്ക് നിലനിർത്താനുള്ള അവസരം കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പാഠങ്ങൾ നമ്മൾ ഇന്ന് നടക്കുന്ന എല്ലാ നിലക്കുള്ള മൈഗ്രേഷനിലും എന്ത് ചെയ്യാം നമ്മളത് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. എത്രത്തോളം മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, റോഹിംഗ്യൻസിനെയും അതേപോലെ തന്നെ ചൈനയിൽ നിന്ന് മറ്റേ സിറിയൻസിനെയൊക്കെ എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ട്. ആർക്കാണ് അവർക്ക് അഭയം കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ വളരെ ഈ ഒരേ സമയം മൈഗ്രേഷൻ എല്ലാവരും പ്രശ്നമായിട്ട് കാണുക. ചില ആളുകൾ അതിൽ മുതലെടുപ്പ് നടക്കും. അതാണ് വേണ്ടി ഏജിങ് ഉള്ള പോപ്പുലേഷനൊക്കെ നടക്കുന്നത്. സ്കാൻഡിനേവിയൻ കൺട്രീസൊക്കെ നിലവിൽ ഏജ്ഡ് പോപ്പുലേഷനാണ്. അവിടെ കുട്ടികളെക്കാൾ കൂടുതലായിട്ടുള്ളത് വയസ്സന്മാരാണ്. അപ്പോൾ അത് അവിടുത്തെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും, ആ രാഷ്ട്രത്തിൽ നടക്കുന്ന പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അപ്പോൾ ഈ സിറിയൻ റെഫ്യൂജി ക്രൈസിസ് നടക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വാർത്തയാണ് വന്നിരുന്നത്, ഞാൻ ശ്രദ്ധിച്ചിരുന്നത്. അതായത് നോർവേയിലേക്ക് ഈ മറ്റേ ഈസ്റ്റേൺ യൂറോപ്പ് ഉണ്ടല്ലോ, ബാൾക്കൻ, ഗ്രീസ്, പോളണ്ട്, അതുപോലെ ഡെൻമാർക്ക്, ആ ഭാഗങ്ങളിലൊക്കെ വന്നിട്ട് ബസ്സിൽ എന്ത് ചെയ്യണേ കുട്ടികളെ മാത്രം കയറ്റിക്കൊണ്ട് പോകുക, സ്വീഡന് അതേപോലെ തന്നെ നോർവേയിലേക്കൊക്കെ. എന്നിട്ട് കുത്തി നിറച്ചിട്ട് ഇവരവിടെ എത്തുമ്പോഴേക്കും കുറേ മുറിവും മറ്റേതൊക്കെ ആയിട്ടൊക്കെ ഉള്ള ഒരു വാർത്തയാണ് അതിൽ വന്നിരുന്നത്. അപ്പോൾ അവർ ഈ കുട്ടികളെ കൊണ്ടുവരുന്നത് ഇതേപോലെ എന്തൊക്കെയാണ്, അവർ ഏജ്ഡ് പോപ്പുലേഷനാണ്. അപ്പം അതിനൊരു പരിഹാരമായിട്ട് കുട്ടികളെ കൊണ്ടുവരികയും സ്വാഭാവികമായിട്ട് ഭാവിയിൽ എന്തൊക്കെയാണ് അവരുടെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിന് ആ ഒരു മേഖലയെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശക്തിപ്പെടുത്താൻ പറ്റും. ഒരേ സമയം ഇതിനെന്തെങ്കിലും മുതലെടുപ്പ് നടത്തുന്നുണ്ട്. മറ്റൊരു സമയത്ത് ചില ആളുകൾക്ക് എന്തൊക്കെയാണ് ഇത് പ്രശ്നമാകുന്നുണ്ട്. കാരണം അവരുടെ റിസോഴ്സിനേക്കാൾ അപ്പുറം ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് സൗകര്യം കൊടുക്കണം, വിദ്യാഭ്യാസത്തിന്, ഹെൽത്തിന്, എല്ലാ നിലക്കുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും കൂടുതലായിട്ട് വരുന്ന പോപ്പുലേഷന് നൽകേണ്ടി വരും. അപ്പോൾ അത് അവർ പ്രശ്നമായിട്ട് കാണുകയും ചെയ്യുന്നു. ഞാനേതായാലും ഈ പറച്ചിലോട് കൂടെ തന്നെ ഇങ്ങനെയുള്ള സാധനത്തോടു കൂടെ ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ എന്തെങ്കിലും ചോദിക്കാനെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരത്തിൽ ചോദിക്കാവുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.